തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்னா ഞാൻ മുതലേരല്ല, നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. കഷ്ടം. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റിടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാർ പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരലിംഗം മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം. വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലയാർ പെണ്ണിനെ. പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ അമ്മാനെ പാടും. എന്നിട്ട് മുള്ളിനെ മടക്കി കുതിയിട്ട് എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്നത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും. എനിക്കറിയാത്തതല്ലോ. രാത്രി ഗുഡ് പറഞ്ഞത്. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിൽ ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമെന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണോന്നാ ചോദിച്ചത്. വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊയ്ക്കോ. ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോയി വിളമ്പടാ. ആ കുട്ടി വെറും പാവോ. ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ. കട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ? നാത്തൂനായ പോലെ. കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത്. ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല. കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് നീ ആ പപ്പടം ചേർത്ത്. ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ, ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട. നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ രക്ഷിക്കണേ. എന്നോട് നോണ പറഞ്ഞു അല്ലേ? നാലഞ്ച് മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണോ? നീനോട്ട് താൻ പറഞ്ഞത് നിങ്ങക്ക് കല്യാണമേ കിട്ടിക്കില്ലെന്ന്. நம்ம அவுட் ஹவுஸ்ல தங்க வச்சதே தப்பு. மலையாளத்தை மாதிரி நம்ப கூடாது. பொம்பளைகளை வசீகரிக்கிற கூடோத்திரம் அவங்களுக்கு நல்லா தெரியும். கூடோத்திரம்? வசியம்.
அவங்க பாஷையில கூடோத்திரம் தான் சொல்லுவாங்க. என்னடி இது? மீனுக்கு குளிச்சிட்டு இருக்க, சத்தம் போடாத. என்னடி இது? அந்த ஆளோட சட்டை ஏன் திருடிக்கிட்டு வந்த? சொல்லடி. அது வந்து எனக்கு அவரை ரொம்ப பிடிச்சிருக்கு மாமா. அவரை எனக்கு கட்டி வச்சிடுங்க. என்னது? அவரை உனக்கு கட்டி வைக்கிறதா? உனக்கு என்ன பைத்தியமா? ஆமா, அவர் மேல எனக்கு பைத்தியம் தான். அப்பா கிட்ட அம்மா கிட்ட சொல்லி எங்க கல்யாணம் நீங்க தான் நடத்தி வைக்கணும். சொல்லுங்க மாமா, கட்டி வைக்கிறியா? கட்டி வைக்கிறேன். ரொம்ப தேங்க்ஸ் மாமா. ஆனா நான் சொல்ற மாதிரி நீ செய்யுமா? எது வேணாலும் செய்றேன். இந்த மாதிரி மாமாவுக்கும் மீனாட்சி அக்காவுக்கும் ரகசிய தொடர்பு இருக்குன்னு நீ சொல்லணும். அது நீ கண்ணால பார்த்தேன்னு சொல்லணும். சொல்றியா? அது போய் தானே மாமா. உனக்கு வந்த சரத்குமாருக்கு கல்யாணம் நடக்கணுமா வேண்டாமா? நடக்கணும். அப்ப நீ இது சொல்லித்தான் ஆகணும். சொல்றியா? யார்கிட்ட சொல்லணும்? அது நான் அப்புறமா சொல்றேன். அதுவரை யாருக்கிட்ட சொல்லக்கூடாது. என்ன? சரிங்க மாமா. மாரியன் இந்த நேரத்துல ஏன் எங்க? அல்ல, அது வந்து பின்னால என்னமா மறைச்சு வச்சிருக்க? ஒண்ணும் இல்ல. என்ன நான் பார்க்க கூடாதா? என்ன மன்னிச்சிடுங்க சிரவா. இது மீனாட்சி தான் தந்தது. யாருக்கும் தெரியாம என்ன பார்க்கணும்னு மீனாட்சி தான் சொன்னா. என்ன விவரம் தெரிஞ்சுக்க அவள் ரூமுக்கு போனேன். என் மேல அவளுக்கு இத்தனை ஆசை இருக்கணும்னு நான் கனவு கூட நினைக்கல. ஆனா தப்பு நடந்து போச்சு. நான் ஒரு ஆம்பளை தானே. நாளைக்கு சரவணனுக்கு நிச்சயதார்த்தம் செய்ய போற பொண்ணு அவளை தானே நினைக்கணும். இந்த விஷயம் வெளியே யாருக்குமே தெரிய வேண்டாம். நீ அவளுக்கு தாலி கட்டிடு. நான் இந்த பக்கமே நீ வர வேண்டாம். நான் பொறுக்கையா இருக்கலாம். ஆனா எனக்கு வரப்போற பொண்டாட்டி வருவது நெச்சிலா இருக்க கூடாது. நான் இப்படி எல்லார்கிட்ட சொல்றேன். வேண்டாம். உனக்கு பிடிக்கலன்னா நானே அவள் கழுத்துல தாலிடுறேன். நாளைக்கு நிச்சயதார்த்தத்துக்கு நாட்டாம வரும்போது எல்லாருக்கும் முன்னால இந்த தப்பு நானே ஏத்துக்கிறேன்.